BCCIയിൽ സെലക്ഷൻ കിട്ടാൻ ശരീരവടിവ് വേണമെന്നും അതിനുവേണ്ടി നഗ്ന ചിത്രങ്ങൾ പകർത്താൻ പെൺകുട്ടികളുടെ ശൗചാലയത്തിൽ കയറി അവരുടെ നഗ്ന ചിത്രങ്ങൾ മൊബൈൽ ഫോണിൽ പകർത്തുകയും അതുപയോഗിച്ച് ബ്ലാക്ക്മെയിൽ ചെയ്ത് അവരെ കേരളത്തിനകത്തും തമിഴ്നാട്ടിലും കൊണ്ടുപോയി പീഡിപ്പിക്കുക, അതിനൊന്നും വഴങ്ങിയില്ല എങ്കിൽ ടീമിൽ സെലക്ഷൻ കിട്ടില്ല എന്ന് ഭീഷണിപ്പെടുത്തുക. ഒരു നീണ്ട കാലം ഇത്തരത്തിലുള്ള അപമാനങ്ങൾ സഹിക്കുകയും ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ സഹികെട്ട് ഒരു പെൺകുട്ടി പരാതിയുമായി രംഗത്ത് വരികയും ചെയ്യുമ്പോൾ മാത്രം മറ്റുള്ളവർ തലപൊക്കുന്ന കാഴ്ചയാണ് നാം ഇതുവരെയും കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇത്രയും രൂക്ഷമല്ലെങ്കിലും സമാനമായ സാഹചര്യം തന്നെയാണ് ഗുസ്തി ഫെഡറേഷൻ മേധാവി ബ്രിജ് ഭൂഷന്റെ കാര്യത്തിലും നാം കണ്ടത്. ഇത്തരം ഹീനമായ സാഹചര്യത്തിൽ പെട്ടിട്ടും പുറത്തു പറയാതെ സഹിച്ചിരിക്കുന്ന പെൺകുട്ടികളുടെ മാനസികാവസ്ഥയാണ് ഇവിടെ അത്ഭുതപ്പെടുത്തുന്നത്. ഈ ഒരു ആഭാസന്റെ കീഴിലാണ് കഴിഞ്ഞ പതിറ്റാണ്ടായി നമ്മുടെ പെൺമക്കൾക്ക് ക്രിക്കറ്റ് പരിശീലനം നടത്തേണ്ടി വന്നത് എന്നറിയുമ്പോൾ മുഴുവൻ മലയാളികൾക്കും അത് നടുക്കുന്ന വാർത്തയായി മാറിയിരിക്കുകയാണ്. കായിക താരങ്ങളുടെ ശരീരവടിവ് BCCI പരിഗണിക്കുമെന്നും അതിന് പെൺകുട്ടികളുടെ നഗ്നചിത്രം അവർ ആവശ്യപ്പെട്ടു എന്നും ഈ മനുഷ്യൻ പറയുമ്പോൾ അത് അതുപോലെ വിശ്വസിക്കുവാനുള്ള ബുദ്ധിശൂന്യരാണ് ഈ പെൺകുട്ടികൾ അല്ലെങ്കിൽ ഈ പെൺ കായിക താരങ്ങൾ എന്നറിയുമ്പോഴാണ് യഥാർത്ഥത്തിൽ അമ്പരപ്പുണ്ടാവുന്നത്. ഇത്തരം കുറ്റവാളികൾ ഒരു ദീർഘകാലം അവരുടെ കുറ്റകൃത്യങ്ങൾ പുറം ലോകം അറിയാതെ മൂടിവെക്കാൻ അധികൃതരിൽ ചിലരും സഹകരിക്കുന്നുണ്ട്, അല്ലെങ്കിൽ അവർ വിരിച്ചു കൊടുക്കുന്ന തണലിലാണ് ഇവർ വളരുന്നത്, അവരുടെ ചെയ്തികൾ തുടരുന്നത് എന്നതാണ് ഖേദകരമായ ഒരു വസ്തുത. ഈ മനുവെന്ന ആഭാസനെ തുലനം ചെയ്യുമ്പോൾ ബ്രിജ് ഭൂഷൺ വെറും പുഴുവാണെന്നാണ് മനസ്സിലാവുന്നത്. പക്ഷെ രണ്ടുപേരുടെയും നാൾ വഴികളിൽ ചില സമാനതകൾ നമുക്ക് കാണാൻ കഴിയും. ബ്രിജ് ഭൂഷൺ പോക്സോ കേസിൽ അകത്താവുകയും സാമ്പത്തികവും രാഷ്ട്രീയവുമായ സമ്മർദ്ദത്തിൽ പിടിച്ചു നിൽക്കാൻ സാധിക്കാതെ പെൺകുട്ടി തന്റെ മൊഴി മാറ്റി ബ്രിജ് ഭൂഷന് അനുകൂലമായി നൽകുകയും ചെയ്ത ചരിത്രം ബ്രിജ് ഭൂഷന്റെ കേസിലും നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ ഈ മനു എന്ന ആഭാസന്റെ തുടക്കവും ഇത്തരത്തിൽ തന്നെയായിരുന്നു. സമാനമായ രീതിയിൽ ഈ മനു എന്ന KCA കോച്ചും പോക്സ്കോ കേസിൽ അകത്താവുകയും തുടർന്ന് രാഷ്ട്രീയവും സാമ്പത്തികവുമായ സമ്മർദ്ദത്തിന് വഴങ്ങി പെൺകുട്ടി മൊഴി മാറ്റി പറയുകയും ചെയ്തു. അതിനായി നിയമത്തിന്റെ പഴുതുകൾ ഇവർക്ക് അനുകൂലമാക്കി കൊടുക്കുന്നതും നമ്മുടെ അധികൃതർ തന്നെയാണ്. ഈ ഒരു വ്യവസ്ഥിതി മാറാത്തിടത്തോളം നമ്മുടെ പെൺകുട്ടികൾ സുരക്ഷിതരല്ല എന്നതാണ് വാസ്തവം. അതുപോലെ ആദ്യം ആരെങ്കിലും പരാതിയുമായി രംഗത്ത് വരട്ടെ എന്ന് കാത്തു നിൽക്കാതെ ഇത്തരം ആഭാസന്മാരുടെ പ്രവൃത്തികളിൽ സംശയം തോന്നിയാൽ ഉടനെ തന്നെ പ്രതികരിക്കുവാനും അതിന്റെ പേരിൽ പെൺകുട്ടികൾ ശക്തമായി ഒരുമിച്ച് നിൽക്കുവാനും മുളയിലെ ഇത്തരക്കാരുടെ പ്രവൃത്തികൾ, ആഭാസതരങ്ങൾ നുള്ളിക്കളയുവാനും ഇവരെ മാറ്റുവാനുമുള്ള സാഹചര്യം ഉണ്ടാക്കുവാൻ മുൻകൈയെടുക്കേണ്ടത് നമ്മുടെ പെൺകുട്ടികളാണ് എന്നതിലും സംശയമില്ല. സോഷ്യൽ മീഡിയയും വാർത്താ മാധ്യമങ്ങളും ഇത്രയും ശക്തമായ ഈ കാലഘട്ടത്തിൽ പെൺകുട്ടികൾക്ക് എല്ലാവിധ പിന്തുണകളും ലഭിക്കും എന്നതിലും യാതൊരു തർക്കവുമില്ല.